നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഗാസയിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുവാൻ ബ്രിട്ടീഷ് സൈന്യത്തെ ഇസ്രായേലിലേക്ക് അയച്ചതായി റിപ്പോർട്ട്. കമാൻഡർ ഓഫീസർ ഉൾപ്പെടെ പ്ലാനിംഗ് ഓഫീസർമാരെ വിന്യസിക്കുന്നതായി പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി പ്രഖ്യാപിച്ചു. UK ഒരു ആങ്കർ റോൾ വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിലെ സിവിൽ മിലിറ്ററി ഏകോപന കേന്ദ്രത്തിൽ ഡെപ്യൂട്ടി ആയിട്ടായിരിക്കും കമാൻഡർ പ്രവർത്തിക്കുക. ഖത്തർ, ഈജിപ്ത്, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികരും ഇതിൽ ഉൾപ്പെടുമെന്ന റിപ്പോർട്ടുകളുണ്ട്. 6 വെസ്റ്റേൺ ബാൽക്കൻ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ന് ലണ്ടനിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്ന അസ്ഥിരമായ ഒരു മേഖലയിലെ കുടിയേറ്റം, സുരക്ഷ, സാമ്പത്തിക വളർച്ച എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. 2020 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയെങ്കിലും UKയാണ് വാർഷിക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിട്ടൻ നിരസിച്ച അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ച് കൊസോവോ. സർക്കാരിന്റെ 3 രാജ്യങ്ങളിൽ റിട്ടേൺ ഹബ്ബുകൾ സ്ഥാപിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. കൊസോവോ പ്രധാനമന്ത്രി ആൽബിൻ കർട്ടി UKയെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും UK ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അഭയാർത്ഥി അപേക്ഷകൾ തള്ളപ്പെട്ടവർ എല്ലാ അപ്പീൽ വഴികളും തീർന്ന ശേഷം വിദേശ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന പദ്ധതിയാണിത്. ലണ്ടനിൽ ഇന്ന് നടക്കുന്ന പാശ്ചാത്യ ബാൽക്കൻ നേതാക്കളുടെ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂട്ടിയുടെ ഈ പ്രസ്താവന. ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ ഹിന്ദി പണ്ഡിതയും പ്രൊഫസറുമായ ഫ്രാൻസിസ് ഓർസിനിയെ ഇന്ത്യയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തിരിച്ചയച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ചൈനയിൽ ഒരു അക്കാഡമിക് കോൺഫറൻസിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഓർസിനി ഹോങ്കോങ് വഴി ഡൽഹിയിലെത്തിയത്. ഓർസിനി വിസ നിയമങ്ങൾ ലംഘിച്ചതിന് 2025 കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അവർ ടൂറിസ്റ്റ് വിസയിലാണ് യാത്ര ചെയ്തിരുന്നതെന്നും അക്കാഡമിക് പ്രവർത്തനങ്ങൾക്കായി അവർ മുമ്പ് വിസ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു മികച്ച പണ്ഡിതയാണ് ഓർസിനിയെന്ന് അവരുടെ നാടുകടത്തലിനോട് പ്രതികരിച്ചുകൊണ്ട് ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ പ്രതികരിച്ചു. ബലാത്സംഗത്തിലൂടെ ജനിച്ച കുട്ടികളോടുള്ള മാതൃപിതൃത്വാവകാശം ഇനി ലൈംഗിക കുറ്റവാളികൾക്ക് ലഭിക്കില്ലെന്ന പുതിയ നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാനൊരുങ്ങി സർക്കാർ. ഒക്ടോബർ 27 പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വിക്ടിംസ് ആൻഡ് റെക്കോർഡ്സ് ബില്ലിലെ സർക്കാർ പിന്തുണയുള്ള ഭേദഗതി പ്രകാരം ബലാത്സംഗം മൂലം ജനിച്ച കുട്ടികളുടെ കാര്യത്തിൽ മാതൃപിതൃ അവകാശം സ്വതവേ തന്നെ നിയന്ത്രിക്കപ്പെടും. അതുപോലെ ഒരു മാതാവോ പിതാവോ ഏത് കുട്ടിയോടായാലും അല്ലെങ്കിലും ഗുരുതരമായ ലൈംഗിക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ മാതൃപിതൃ അവകാശം പരിമിതപ്പെടുത്തുവാനും നിയമത്തിലൂടെ ലക്ഷ്യപ്പെടുന്നുണ്ട്. ഇത് നടപ്പിലായ ലൈംഗിക കുറ്റവാളികൾക്ക് കുട്ടികളുടെ മെഡിക്കൽ പരിചരണം, വിദ്യാഭ്യാസം, വിദേശയാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി ഇടപെടുവാൻ സാധിക്കുകയില്ല. ഈ മാറ്റത്തിന് പിന്നിൽ പ്രധാന പങ്കുവഹിച്ചിരിക്കുന്നത് ബോൾസോവർ MP നതാലി ഫ്ലീറ്റ് ആണ്. 15-ാം വയസ്സിൽ തന്നെ ഒരു മുതിർന്ന പുരുഷൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നും അതിൽ നിന്ന് ഒരു കുട്ടി ജനിച്ചുവെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ നിയമം ബലാത്സംഗം നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ മുൻനിർത്തുന്നതാണെന്നും ഫ്ലീറ്റ് പറഞ്ഞു. ബലാത്സംഗം വഴി ജനിച്ച കുട്ടികളോടുള്ള പിതൃത്വാവകാശം കുറ്റവാളികൾ ഉപയോഗിച്ച് സ്ത്രീകളെ മിണ്ടാതാക്കുവാനുള്ള ഒരു ആയുധമായിട്ടാണ് പലരും വിനിയോഗിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിയും മതേതരത്വത്തെ കളങ്കപ്പെടുത്തിയും വിഭജന രാഷ്ട്രീയത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഭരണമാണ് കേന്ദ്രത്തിൽ BJP നടത്തുന്നതെന്ന് ഇരിക്കൂർ MLAയും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ സജീവ് ജോസഫ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ കേരളത്തിൽ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം ലണ്ടനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സജീവ് ജോസഫ്. പ്രവാസി മലയാളികൾ എന്നും കേരളത്തിന്റെ കരുത്താണെന്നും പ്രവാസി ലോകത്തിരുന്ന് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തങ്ങളുടേതായ ഇടപെടലുകൾ നടത്തുവാൻ പ്രവാസി സമൂഹത്തിന് കഴിയുന്നു എന്നത് അഭിമാനകരമായി കാണുന്നുവെന്നും സജീവ് ജോസഫ് പറഞ്ഞു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്ന IOC ഭാരവാഹികൾക്ക് നാട്ടിലെ കോൺഗ്രസ് സംഘടനകളിൽ മതിയായ അവസരം നൽകുന്നതിന് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് മുൻകൈ എടുക്കുമെന്നും സജീവ് ജോസഫ് പറഞ്ഞു.
മുൻകാലങ്ങളിൽ പോലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് IOC രൂപം കൊടുക്കുന്നതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു ഡാനിയൽ പറഞ്ഞു. സമ്മേളനത്തിൽ സജീവ് ജോസഫിനെ പൊന്നാടയണിച്ച് സറേ റീജിയണൽ പ്രസിഡന്റ് വിൽസൺ ജോർജ് സ്വീകരിച്ചു. IOC UK കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി ജോർജ്, വൈസ് പ്രസിഡന്റ് അബ്ബ ഗഫൂർ, ജനറൽ സെക്രട്ടറി അഷ്റഫ് അബ്ദുള്ള, കേരള ചാപ്റ്റർ യൂത്ത് വിംഗ് പ്രസിഡന്റ് എഫ്രം സാം തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ എപ്പാക്കി ബൈബിൾ എപ്പോസ്റ്റലേറ്റിന്റെ നേതൃത്വത്തിൽ ഓക്സ്ഫോർഡ് റീജിയണൽ ബൈബിൾ കലോത്സവ മത്സരങ്ങൾ ഒക്ടോബർ 25 നടക്കും. നോർത്താംപ്ടണിലെ കരോളിൻ ചിഹാവ് സ്കൂൾ വേദികളിൽ വെച്ചാവും വചനോത്സവ കലാമത്സരങ്ങൾ നടക്കുക. ഓക്സ്ഫോർഡ് റീജിയണിലെ വിവിധ മിഷൻ പ്രൊപ്പോസ്ഡ് മിഷനുകളിൽ നിന്നുമായി 500ഓളം മത്സരാർത്ഥികളാണ് വചനോത്സവ വേദിയിൽ മാറ്റൊരുക്കുവാനായി എത്തുക. റീജിയണൽ ബൈബിൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നോർത്താംപ്ടൺ പൂർത്തിയായതായും സംഘാടക സമിതി അറിയിച്ചു. രാവിലെ 8-ന് മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് 9-ന് ബൈബിൾ പ്രതിഷ്ഠയും 9:15-ന് കലാമത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. മത്സരങ്ങൾ വൈകിട്ട് 7 മണിയോടെ പൂർത്തിയാകും. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ബൈബിൾ അധിഷ്ഠിതയായി നടത്തപ്പെടുന്ന മത്സരവേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി റീജിയണൽ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമലയിലെത്തി ദർശനം നടത്തി. ഇരുമുടികെട്ടുമായി 18-ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. പമ്പയിലെത്തി പമ്പാസ്ഥാനത്തിന് ശേഷം കെട്ടുനിറച്ച് 11:30ഓടെ സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചു. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ 7:30ഓടെയാണ് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറ താഴ്ന്നുപോയി. പത്തനംതിട്ടയിലെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് സംഭവം. ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.